ഒരു നേഴ്സ് ആവുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇന്ത്യയിൽ നിന്നും മാറി എബ്രോഡ് കൺട്രീസിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. രജിസ്ട്രേഷൻ ലഭിക്കുന്നതിനായി എല്ലാ കൺട്രീസും ഫോളോ ചെയ്യുന്ന കുറച്ച് ജനറൽ കോമൺ സ്റ്റെപ്സ് ഉണ്ട്. ഇന്ന് നമുക്ക് അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. വെൽക്കം ടു ഡേ 19 ഓഫ് 30 ഡേ നഴ്സിംഗ് കരിയർ സീരീസ്. ഇന്ന് നമ്മൾ എബ്രോഡ് നഴ്സിംഗ് കരിയർ ട്രൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ എക്സാം എഴുതണം, ഏതൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് തയ്യാറാക്കി വെക്കേണ്ടതായിട്ടുണ്ട് എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. എബ്രോഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ആദ്യം വരുന്നത് ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ ആണ്. അതായത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ രജിസ്ട്രേഷൻ ആൻഡ് ഓൾ സർട്ടിഫിക്കറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ക്രെഡൻഷ്യൽ ഇവാലുവേഷനിൽ GCC കൺട്രിയിലും യൂറോപ്യൻ കൺട്രിയിലും ആവശ്യമായിട്ടുള്ള കുറച്ച് കോമൺ ഡോക്യുമെന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഒന്ന് പാസ്പോർട്ട്, രജിസ്ട്രേഷൻ, കൗൺസിൽ വെരിഫിക്കേഷൻ ലെറ്റർ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ് ഓർ മാർക്ക് ഷീറ്റ്, എക്സ്പീരിയൻസ് ലെറ്റേഴ്സ്, സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്സ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് പോലീസ് ക്ലിയറൻസ് ടെസ്റ്റ്. ഇതെല്ലാമാണ് നിങ്ങൾക്ക് ഒരു കോമൺ ആയിട്ട് ഏതൊരു കൺട്രി ചൂസ് ചെയ്താലും നിങ്ങൾക്ക് ആവശ്യം വരുന്ന കുറച്ച് ഡോക്യുമെന്റ്സ്. നിങ്ങളുടെ ക്രെഡൻഷ്യൽ ഇവാലുവേഷനെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ടതാണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എക്സാമിനേഷന്റെ റിസൾട്ട്. നിങ്ങൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലോട്ടാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി എക്സാം നിങ്ങൾ പാസ് ആവണം. നഴ്സസിന് ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് OET ആണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലോട്ടാണ് പോകുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ജർമ്മനിയിലോട്ടാണെങ്കിൽ നിങ്ങൾ ജർമ്മൻ പഠിച്ച് പാസ് ആവേണ്ടി ആവശ്യമുണ്ട്. ക്രെഡൻഷ്യൽ ഇവാലുവേഷനും ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും കഴിഞ്ഞാലുള്ള നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ്യൂർ എക്സാമിനേഷൻസ് ആണ്. സർട്ടിഫിക്കറ്റ്സ് എല്ലാം വാലിഡേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഏത് കൺട്രിയിലോട്ടാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ നഴ്സിംഗ് കൗൺസിൽ നിങ്ങൾക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസ്യൂർ എക്സാമിനേഷന് വേണ്ടിയുള്ള ഡേറ്റ് തരും. അങ്ങനെ എല്ലാ റിക്വയർമെന്റ്സും പാസ് ആവുന്നതിലൂടെ നിങ്ങൾ തെരഞ്ഞെടുത്ത കൺട്രിയിലെ നഴ്സിംഗ് റെഗുലേറ്ററി ബോഡീസിൽ നിന്നും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കുന്നു. അങ്ങനെ രജിസ്ട്രേഷൻ ലഭിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ തെരഞ്ഞെടുത്ത രാജ്യത്തെ ഹോസ്പിറ്റൽസിലോട്ട് നിങ്ങൾക്ക് ജോബ് ആപ്ലിക്കേഷൻ നൽകാൻ കഴിയുന്നത്. എബ്രോഡ് കൺട്രീസിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കൂ. അടുത്ത വീഡിയോയിൽ MNS മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.